നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൽ, മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. സലാസു ദഅവാത്തി മുസ്തജാബാത്തുൽ ലഹുന്ന, മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ലാ ശക്ക ഫീഹിൻ, അതിൽ സംശയമില്ല. ഉത്തരം കിട്ടുന്ന മൂന്ന് പ്രാർത്ഥന, ഉത്തരം കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, പീഡിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. അക്രമിയുടെ ദുആഇന് വലിയ ഉത്തരമുണ്ട്. നമ്മളൊരാൾ ആക്രമിച്ചാൽ ആ അക്രമിയായ ആൾ അള്ളാഹുവിനോട് മനസ്സുപൊട്ടി ദുആ ചെയ്താൽ അത് ഫലം കാണും. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ അടിക്കണമെന്നില്ല, ഒരാളെ കുത്തണമെന്നില്ല. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ, അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് വലിയ പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ചെറിയൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് അക്രമമാണ്. ആ ആക്രമിച്ച നമ്മൾ ആരെയാണോ ആക്രമിച്ചത്, ആരെ മനസ്സാണോ വേദനിപ്പിച്ചത്, അവനൊന്ന് മനസ്സുരുകി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയാണ് അതിന്റെ ഉത്തരം അവനക്ക് ലഭിക്കും, അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. രണ്ടാമതായിട്ട് തങ്ങൾ പറഞ്ഞത്, ദുആക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞത് വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. ഒരാൾ യാത്ര പോകുമ്പോൾ ആ യാത്രയിലുള്ള ദുആക്ക് വലിയ ഉത്തരമുണ്ട്. കാരണം യാത്രയിലുള്ളവന്റെ ദുആ, അവന്റെ വീടും നാടും വിട്ട് അവൻ അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് പോവുകയാണ്. അവൻ ജോലിക്ക് പോവുകയാണ്. അള്ളാഹുവെ, എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ സമ്പത്ത്, അതൊക്കെ നീ സംരക്ഷിക്കണം. എന്റെ മാർഗത്തിലേക്കാണ് ഞാൻ പോകുന്നത്, നിന്നെ തവക്കുലാക്കി കൊണ്ടുപോവുകയാണ്, അതുകൊണ്ട് അവരെ നീ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ വലിയ ഉത്തരം ആ ദുആക്ക് അള്ളാഹു തആല കൊടുക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് വദഅവത്തുൽ വാലിദീന അലാ വലദിഹിം, മാതാപിതാക്കളുടെ ദുആയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹു തആല വലിയ ഉത്തരം കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലാ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. തിരുബിയുടെ വാക്ക് അങ്ങനെയാണ്, അലാ എന്നാണ് പറഞ്ഞത്. ദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമ എന്നാണ്. നമുക്കറിയാം അറബി വ്യാകരണ പ്രകാരം അലാ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മക്കൾക്ക് വേണ്ടിയുള്ള ദുആ അഥവാ നല്ല ദുആയും ചീത്ത ദുആയും രണ്ടും അതിൽ പെട്ടുപോകുന്നതാണ്. നമ്മുടെ മക്കൾ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടെ, മനസ്സ് നിറഞ്ഞുകൊണ്ട്, നല്ല കൺകുളിർമയോടുകൂടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. പടച്ചോനെ, എന്റെ മോനെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം. ആ ദുആ അല്ലാഹു സ്വീകരിക്കും, സംശയമില്ല. അതേപോലെ തന്നെയാണ് മക്കൾ എന്തെങ്കിലും വെറുപ്പുകൾ, അവരിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും കണ്ടാൽ നമ്മൾ മനസ്സ് പൊട്ടിക്കൊണ്ട്, അല്ലാഹുവേ, എന്റെ മകനിക്ക് നീ അങ്ങനെ കൊടുക്കണം, അവൻ അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് മക്കൾക്കെതിരെ മാതാപിതാക്കൾ ദുആ ചെയ്താൽ, മക്കളെ മാതാപിതാക്കൾ ശപിച്ചാൽ ആ ദുആഇന് വലിയ ഉത്തരമുണ്ട്. പിന്നെ നമ്മൾ ഏത് വലിയ തങ്ങളടുത്ത് പോയിട്ടും, ഏത് വലിയ ഉസ്താദിനോട് പോയി ദ്വാരിപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം ആ മകന്റെ ഭാവിക്ക് മോശമാകുന്ന രൂപത്തിൽ പണ്ടെന്നോ മുമ്പൊരിക്കൽ നമ്മൾ ദുആ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അനന്തര ഫലമാണ് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ഒരിക്കലും മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. അവരെത്ര മോശക്കാരായാലും നമ്മൾ ദുആ ചെയ്യരുത്, ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം എത്രയാണ് ക്ഷമിച്ചത്, എത്ര പ്രയാസങ്ങളാ സഹിച്ചത്. പക്ഷേ എന്നിട്ട് പോലും മക്കൾക്കെതിരെ ദുആ ചെയ്തോ? ഒരിക്കലും ദുആ ചെയ്തില്ല. കാത്തിരുന്ന് അവസാനം യാക്കൂബ് നബിക്ക് അല്ലാഹു തആല അതാ അതിന്റെ ഫലം കൊടുക്കുകയാണ്. യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയെ തിരിച്ചു കിട്ടി, വലിയ അധികാരങ്ങൾ കിട്ടി, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. എത്ര പ്രയാസം മക്കളിൽ നിന്നുണ്ടായി, പക്ഷേ മക്കൾക്കെതിരെ ഒരിക്കലും യാക്കൂബ് നബി ദുആ ചെയ്തിട്ടില്ല. അത്രത്തോളം ഒന്നും പ്രയാസം നമുക്കുണ്ടായിട്ടില്ലല്ലോ. മക്കളെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, അത് വലിയ ഫലമാണ്. മക്കളെ തിന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യരുത്, അതും ഫലം ചെയ്യും. അതുകൊണ്ട് മക്കള് അവര് നന്നാവാൻ ഏറ്റവും പ്രധാനമായി മാതാപിതാക്കളാണ് അതിന്റെ കാരണക്കാർ. അവര് ചീത്തയാകാനും മാതാപിതാക്കളാണ് കാരണക്കാർ. നമ്മുടെ മക്കളുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. ഈ മൂന്ന് പ്രാർത്ഥനകൾ, ക്രമിക്കപ്പെട്ടവന്റെ ദുആ, യാത്രക്കാരന്റെ ദുആ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ, ഉത്തരമുണ്ടെന്നുള്ളതിൽ ലാ ശക്ക എന്ന മുത്തുനബി പറഞ്ഞത് ഒരു സംശയവുമില്ല. ഈ ദുആകളൊക്കെ അനുകൂലമായി നമ്മൾ ഉപയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ ദുആകൾക്കൊക്കെ ഉത്തരം നൽകുമാറാവട്ടെ.